സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. കേരള നിയമസഭയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. വാദങ്ങളും പ്രതിവാദങ്ങളുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും കളം നിറഞ്ഞു നിൽക്കുമ്പോൾ ചിരിക്കാനുള്ള ചില വകകളും നിയമസഭ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന് സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് MLA PC വിഷ്ണുനാഥിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു നാക്കുപിഴയാണ് വിഷ്ണുനാഥിന് സംഭവിച്ചത്. അബദ്ധം പെട്ടെന്ന് തന്നെ വിഷ്ണുനാഥ് തിരുത്തിയെങ്കിലും സഭയ്ക്കുള്ളിൽ അല്പം നേരം ചിരി പടർത്താൻ PC വിഷ്ണുനാഥിന് സാധിച്ചു. സ്പീക്കർ N ഷംസീർ പോലും ചിരിച്ചുപോയി വിഷ്ണുനാഥിൻ്റെ ആ നാക്ക് പിഴ ഓർത്തുകൊണ്ട്. മലയാളത്തിൻ്റെ പ്രഗത്ഭനായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. സഭയിലെ ചർച്ചയ്ക്കിടയിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേര് പറയേണ്ട സാഹചര്യത്തിൽ പക്ഷേ PC വിഷ്ണുനാഥ് പറഞ്ഞത് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ അബദ്ധം വിഷ്ണു തിരുത്തിയെങ്കിലും നാക്കുപിഴ തിരിച്ചറിഞ്ഞ് സഭയിലെ അംഗങ്ങൾ ആർത്ത് ചിരിക്കുകയും ചെയ്തു. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. സാറ്, ഒരു വശത്ത് നമ്മൾ കേരളം വ്യവസായ സൗഹൃദമായി എന്ന് അവകാശപ്പെടുമ്പോൾ വിവിധ മേഖലകളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കണം സാർ. അതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പൊള്ളത്തരം ബോധ്യമാകുന്നത് 2021-22 സംസ്ഥാന GSDP വളർച്ച 11.78%. അതിൽ പ്രൈമറി സെക്ടർ 4.52, സെക്കൻഡറി 8.50, ടെർഷ്യറി 15.92 ആയിരുന്നു അതിൻ്റെ കോൺട്രിബ്യൂഷൻ. 22-23 ആയപ്പോഴത്തേക്ക് GSDP വളർച്ച കുറഞ്ഞ് അത് 4.24% ആയി. അതിൽ പ്രൈമറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ 0.94%, സെക്കൻഡറി 3.16, ടെർഷ്യറി 6.96. സാറേ, 3 സെക്ടറിലും GSDP ഗ്രോത്ത് കുറഞ്ഞതായിട്ടാണ് സർക്കാർ രേഖകൾ തന്നെ കാണിക്കുന്നത്. സാർ, ഇവിടെ വ്യവസായം വളർന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇവിടെ പ്രതിഫലിക്കാത്തത് എന്ന കാര്യത്തിന് വ്യക്തമായ കൃത്യമായ ഉത്തരമില്ല. ഇനി CNDAGയുടെയോ സർക്കാരിൻ്റെയോ ബജറ്റ് രേഖകളിലേക്കൊന്നും പോകാതെ നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ചില നഗ്ന യാഥാർത്ഥ്യങ്ങളുണ്ട് സാർ. പരമ്പരാഗത വ്യവസായങ്ങളുടെ എല്ലാം പൊതു അവസ്ഥ എന്താണ് സാർ? ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങൾ, കശുവണ്ടി മേഖല, കയർ മേഖല, കൈത്തറി മേഖല, ഖാദി സെക്ടർ, ഇവിടെയെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് സാർ? സാർ, കൊല്ലം ഒരു കാലത്ത് ലോകത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. സാർ, കൊല്ലത്തിൻ്റെ കശുവണ്ടി വ്യവസായം കൊല്ലത്തിൻ്റെ വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനത് ചുരുക്കി പറയാൻ സാർ. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ TKM എഞ്ചിനീയറിംഗ് കോളേജ്, മഹാനായ തങ്ങൾ കുഞ്ഞു മുസലിയാർ, അദ്ദേഹം അക്കാലത്ത് ലോകത്തെ ഏറ്റവും പ്രശസ്തനായ കശുവണ്ടി വ്യവസായിയായിരുന്നു. മഹാനായ തങ്ങൾ കുഞ്ഞു മുസലിയാരാണ് TKM കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചത് 89-ൽ. സാർ, അടൂർ ഗോപാലകൃഷ്ണന്റെയും അരവിന്ദന്റെയും ലോകോത്തര സിനിമകളെല്ലാം നിർമ്മിച്ചത് രവീന്ദ്രനാഥൻ നായർ എന്ന കശുവണ്ടി വ്യവസായിയായിരുന്നു സാർ. അച്ചാണി രവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അരവിന്ദന്റെയും അടൂർ ഗോപാലകൃഷ്ണന്റെയും അതുപോലെ തന്നെ ഷാജി N കരുണിന്റെയും എല്ലാം ഈ ലോകോത്തര സിനിമകൾ രവി മുതലാളിയുടേതാണ്. സർ, കൊല്ലത്തെ പബ്ലിക് ലൈബ്രറി അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. സോപാനം ഓഡിറ്റോറിയം രവി മുതലാളി നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം കശുവണ്ടി വ്യവസായിയായിരുന്നു സാർ. സാർ, ഇന്ന് ആ കശുവണ്ടി വ്യവസായം 900ഓളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 180-ൽ താഴെ കശുവണ്ടി ഫാക്ടറികളാണ് കേരളത്തിൽ ആകെ പ്രവർത്തിക്കുന്നത്. സാർ, ഇവിടെ ഓരോ തവണയും ഞാൻ എത്ര തവണ കശുവണ്ടി വിഷയം ഈ നിയമസഭയിൽ അവതരിപ്പിച്ചു എന്ന് എനിക്ക് തന്നെ കണക്കില്ല സാർ. അത്രയും തവണ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആ കശുവണ്ടി തൊഴിലാളികൾ വരി നിന്ന് വോട്ട് ചെയ്ത് നിയമസഭയിൽ എത്തിച്ച ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ
ഞാൻ ആ പ്രശ്നം നിരന്തരമായി ഉന്നയിക്കാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വളരെ പോസിറ്റീവായി മറുപടി പറയും. അദ്ദേഹം പറയുന്ന മറുപടികളെല്ലാം തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഫാക്ടറികൾക്ക് ചെയ്തു കൊടുക്കുന്ന സർക്കാരിന്റെ ചില സഹായങ്ങളെക്കുറിച്ചാണ്. സാർ, അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫാക്ടറികൾ ഓരോ ദിവസവും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുകയാണ്. മാളുകളായി മാറുകയാണ്. ഫുട്ബോൾ ടർഫുകളായി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ അവരെന്ത് ചെയ്യും സാർ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്റെ നിയോജക മണ്ഡലത്തിൽ 23 ഫാക്ടറികളാണ് ഒരു 3-4 വർഷത്തിനകം പൂട്ടിപ്പോയത്. അവിടെ ഏതാണ്ട് 93 ഫാക്ടറികൾ വരെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കൊല്ലം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. അപ്പോൾ ഈ പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള വ്യവസായികൾക്ക് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള സഹായം കൊടുക്കുകയും ബാങ്കുകൾ അവയെ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇടപെടലുകൾ, ഇപ്പോൾ നമ്മളൊരു OTS സ്കീം ഉണ്ടാക്കിയിട്ട് ഡിസംബർ 2025 വരെ അതിന് അത് നിലനിൽക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഈ സഭയിലും പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും ബാങ്കുകൾ ആ കശുവണ്ടി ഫാക്ടറികൾ അവരുടെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ നടക്കുകയാണ് സാർ. അപ്പോൾ അടിയന്തരമായി ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബാങ്കുകളുടെ യോഗം ഒന്നുകൂടി വിളിച്ചു ചേർത്ത് ഈ കാര്യത്തിൽ കൊല്ലത്തിന്റെ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് എന്നൊക്കെ പറയുന്നല്ലോ സാർ, കൊല്ലത്തെ കശുവണ്ടി വ്യവസായം വേദനയോടുകൂടി പറയാണ് സാർ, ഈസ് ഓഫ് ഡൈയിങ്ങിലാണ്. ഈ നിമിഷമെങ്കിലും സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ആ വ്യവസായം എന്നേക്ക് ഇല്ലാതാകും സാർ. കൈ കഴുകി മാറാൻ കഴിയുമോ സാർ? എത്രയോ നേതാക്കന്മാരെ സൃഷ്ടിച്ച ഒരു ട്രേഡ് യൂണിയൻ മേഖലയാണ് സാർ അത്. കൊല്ലത്തെ പ്രമാണിമാരായിട്ടുള്ള എല്ലാ പാർട്ടിയിലും പെട്ട ആ കശുവണ്ടി വ്യവസായം, അതുമായി ബന്ധപ്പെട്ട വ്യവസായികൾ, തൊഴിലാളികൾ, അനുബന്ധ മേഖലയിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും ഭീതിയിലും ആശങ്കയിലുമാണ്. ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഈ വൈകിയ വേളയിലെങ്കിലും നമ്മൾ ഈ 1 ലക്ഷം ഒരു വർഷം 1 ലക്ഷം സംരംഭം എന്ന് പറഞ്ഞിട്ട് ഈ ബേക്കറിയുടെയും പിന്നെ മൈക്ക് സെറ്റ് കടയുടെയും തേപ്പ് കടയുടെയും എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് 1 ലക്ഷം എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് സാർ യഥാർത്ഥ വ്യവസായം, കശുവണ്ടി വ്യവസായം. അതിനെ സംരക്ഷിക്കാൻ ഒരു 500 കോടി രൂപ ഗവൺമെന്റ് ഗ്യാരണ്ടിയായി കൊടുത്താൽ മതി, നേരിട്ട് കൊടുക്കണ്ട. ബാങ്കുകൾക്ക് ഒരു 500 കോടിയുടെ ഗ്യാരണ്ടി സർക്കാർ കൊടുത്താൽ ഈ പറയുന്ന നൂറുകണക്കിന് കശുവണ്ടി ഫാക്ടറികൾ കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായി തുറക്കും. 2.5 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടും. നിങ്ങൾക്കും വലിയ അംഗീകാരമായിരിക്കും. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഒരു ഉപദേശമൊന്നും ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിന് പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരാനായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ. എന്നിട്ടും അത്തരം ഒരു കൈവിട്ട ഉപദേശം തരികയാണ് സാർ. ഒരു 500 കോടി രൂപ നിങ്ങളൊരു ഗവൺമെന്റ് ഗ്രാന്റായി, ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടായി, ഗ്രാന്റല്ല ഗ്യാരണ്ടിയായി ബാങ്കുകൾക്ക് കൊടുക്കാൻ തയ്യാറായാൽ ഇത്രയും കശുവണ്ടി ഫാക്ടറികൾ ഒരുമിച്ച് തുറക്കുന്ന സാഹചര്യം ഉണ്ടാകും സാർ. ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സാർ. ഈ ഒരു 2-3 സെക്ടറും കൂടി. കൂലിയില്ല, കടം പറഞ്ഞ് സർക്കാർ, ഖാദിയിൽ വറുതി, കൈത്താങ്ങും കാത്ത് കൈത്തറി, അതുപോലെ തന്നെയാണ് ഈ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലയിലുള്ള കയറ്. സർ, ഈ പരമ്പരാഗത വ്യവസായങ്ങൾ കയർ മേഖലയിൽ പണിയെടുക്കുന്നവർ കയറെടുക്കേണ്ട സ്ഥിതിയിലാണ് സാർ. അതുകൊണ്ട് ഈ മേഖലയെല്ലാം നിലനിന്നെങ്കിൽ മാത്രമേ സാർ നമ്മുടെ സ്റ്റേറ്റിന്റെ എക്കോണമി ശക്തിപ്പെടുത്തണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാകണം സാർ. സാർ, ഞാൻ ഈ ട്രാവൻകൂർ ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. അവിടെ ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ എല്ലാ പ്രശ്നവും സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. പക്ഷെ അവർക്ക് ഒരു 26 ഏക്കർ ഭൂമി അവർക്ക് പട്ടയമുള്ളതാണ്. അത് റവന്യൂ നടപടിക്രമങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കി TTPLന്റെ പേരിലാക്കി കിട്ടിയാൽ അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ സ്വന്തം നിലയിൽ ലോണോ മറ്റോ ഒക്കെ ആയി സമാഹരിച്ചുകൊണ്ട് ആ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൈവറ്റ് ലിമിറ്റഡ്. അത് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം സാർ. അതുപോലെ തന്നെ ഈ ഔട്ട് ഓഫ് കേരള മൈനിങ്ങുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കുമ്പോൾ TTPLനെയും കൂടി അതിലൊരു കൺസോർഷ്യത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനുള്ള ഒരു സർക്കാർ തീരുമാനം കൂടി ഉണ്ടാകണം സാർ. സാർ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം.
ഇവിടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവകാശം ഞങ്ങൾ കേരളത്തിന്റെ നല്ല കാര്യങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും സാർ. ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടി അവർ ഇവിടെയുണ്ട് സാർ. ഇവിടെ ജിമ്മും എമർജിംഗ് കേരളയും എല്ലാം അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്ന AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലത്ത് ഇവിടെ നടന്നതല്ലേ. ഞാനിവിടെ ജിമ്മിന്റെ എമർജിംഗ് കേരളയുടെ സമയത്ത് DYFI അന്ന് അതിനെതിരെ സംസ്ഥാന വ്യാപകമായി വില്ലേജ് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തിയതാണ്. വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു, പ്രതിപക്ഷ MLA മാർ പങ്കെടുത്തു, പ്രതിപക്ഷ ഉപനേതാവ് പങ്കെടുത്തു. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ജനസമ്പർക്ക പരിപാടിയിലേക്ക് പോയ മുഖ്യമന്ത്രിയെ ഒന്നും ഞങ്ങൾ ആ രൂപത്തിൽ തടഞ്ഞിട്ടില്ല സാർ, കല്ലെറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ അനാവശ്യമായി കുറ്റപ്പെടുത്തരുത് സാർ. സാർ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. സ്റ്റാർട്ടപ്പുമായി ഒറ്റ മിനിറ്റ് മതി സാർ. ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞാൽ സാർ സ്വന്തമായിട്ട് മൈക്ക് ഓഫ് ചെയ്തോ. സാർ ഇവിടെ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് സാറ് നമ്മൾ 1ാം സ്ഥാനത്താന്ന് പറയുമ്പോൾ സ്ഥിതി എന്താ? കർണാടകയുടെ സ്റ്റാർട്ടപ്പ് മൂല്യം എന്ന് പറഞ്ഞാൽ $159 ബില്യൺ ആണ്. നമ്മുടെ മുംബൈയിലെ ഇത് 113, ഡൽഹിയിലേത് $113 ബില്യൺ ആണ്. മുംബൈയിലേത് $72 ബില്യൺ ആണ്. തെലങ്കാനയത് $8.3 ബില്യൺ ആണ്. കേരളത്തിലേത് $1.7 ബില്യൺ ആണ്. 159 ബില്യൺ ഉള്ള സംസ്ഥാനങ്ങൾ കർണാടകയുണ്ട്. അവരുമായി മത്സരിച്ച് അവിടെ എത്തണം. നമുക്ക് എത്തിയിട്ടല്ലേ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടത്തേണ്ടത്. നമ്മൾ 159ന്റെ കൂടെ 1.7 നിൽക്കുകയാണ്. എന്നിട്ട് അതിന് ഈ പാവപ്പെട്ടവന്റെ നികുതി പണം എടുത്ത് ഫ്രണ്ട് പേജിൽ ഒന്നാമതെന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ഈ വ്യാജ പ്രചാരണ വേലയ്ക്ക് മാത്രമേ ഞങ്ങൾ എതിരുള്ളൂ സാർ. ബാക്കി എല്ലാത്തിനും ഞങ്ങൾ അനുകൂലിക്കുകയാണ്. ഇത് എന്റെ വിയോജനം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ശ്രീമതി യു പ്രതിഭ, അങ്ങേക്ക് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ്.